അങ്ങനെ ചില സംഘർഷഭരിതമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്ക് പിന്നാലെ ഡൽഹിയിലെ വിദ്യാർത്ഥി സമരം വിജയം കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതെ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. ആഹ്ലാദിപ്പിക്കുകയും ആർമാദിപ്പിക്കുകയും ഇതൊരു തലമുറയുടെ വിജയമാണ്. ഇത് നമുക്ക് ആഘോഷിക്കാനുള്ള വിജയമാണ്. യുവതലമുറയുടെ പ്രതീക്ഷയുടെ വിജയമാണ്. എന്തായാലും ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പായി, ഇവിടുത്തെ പൊതുജനം വിചാരിച്ചു കഴിഞ്ഞാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും അല്ലെ. എല്ലാരും ഒന്ന് കച്ച് കെട്ടി ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് സാധിക്കാത്തതായി ഒന്നും തന്നെ ഇല്ല. അത് മനസ്സിലാക്കി തരുന്ന ഒരു വിജയം കൂടിയാണിത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇന്ത്യൻ ജനത മുഴുവനും ഈ ഒരു സമരത്തിന് പിന്നാലെയാണ് അല്ലെ. ഡൽഹിയിൽ ചെന്ന് സമരത്തിൽ പങ്കെടുക്കാൻ പറ്റുന്ന ആളുകളെല്ലാം അങ്ങനെ പങ്കെടുത്തു. അതിന് പറ്റാത്തവർ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധിച്ചുമെല്ലാം ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഈ വിജയം നമ്മൾ നേടിയെടുത്തിട്ടുള്ളത്. എന്തായാലും ഇനി തൊട്ട് ജനങ്ങൾക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാണെങ്കിൽ ചുമ്മാ മറ്റുള്ള പാർട്ടിക്കാരുടെ കാല് നക്കാതെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ തന്നെ ഇറങ്ങി പുറപ്പെട്ടാൽ മതി. ഈ വിജയം ഉറപ്പായും നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു വലിയ പാഠം കൂടി ഈ വിജയം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതൊരു പുതിയൊരു യുഗത്തിന്റെ പുതിയൊരു വിപ്ലവത്തിന്റെ തുടക്കമാവട്ടെ. ജനങ്ങൾക്ക് വേണ്ടി സമരത്തിന് ഇറങ്ങുന്ന, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു യുഗത്തിന്റെ തുടക്കമാവട്ടെ ഇത്. എനിവേ, അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ. എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത കേട്ടതിൽ ഞാൻ ഒരുപാട് സന്തോഷവാനാണ് കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് ഏറിപ്പോയൊരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ, വണ്ണിന്റെ ഉള്ളിൽ പേളിമാണി. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ മുഴുവനും പേളിമാണി എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആളപ്പോ നിലവിലുള്ള ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിൽ എണ്ണം പോലും കുറഞ്ഞു എന്നുള്ളതാണ്. 3-4 ദിവസം മുമ്പ് 5.7 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ആളായിരുന്നു. ഇപ്പൊ നിലവിലെ ഫോളോവേഴ്സ് കൗണ്ട് എത്രയാണെന്ന് അറിയോ? 5.4 മില്യൺ. അതായത് ഒറ്റയടിക്ക് 3 ലക്ഷം ആളുകളാണ് പുള്ളിക്കാരിയെ അൺഫോളോ ചെയ്ത് പോയിരിക്കുന്നത്. എത്രയാണ് 3 ലക്ഷം ആളുകൾ? വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ. ഇത്രയും ഗതികെട്ട ഒരാൾ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെ. ഇത് പേളിമാണി ചോദിച്ച് വാങ്ങിയതാണ്. പേളിമാണി ചെയ്ത പരിപാടി എന്താണെന്നുള്ളത് ഇനി ഞാനായിട്ട് ആർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ഈ വിദ്യാർത്ഥി സമരം ഡൽഹിയിൽ നടക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ കയറി ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നു. എന്താണ് ആ പോസ്റ്റ്? എന്തിനാ മക്കളെ ഇങ്ങനെ ഡൽഹിയിലൊക്കെ ചെന്ന് അടികൊള്ളാൻ നിൽക്കുന്നത്? നിങ്ങൾക്ക് നിർത്തി വീട്ടിൽ പോയിക്കൂടെ, സമാധാനത്തോടെ പ്രതിഷേധിച്ചൂടെ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഒരു പോസ്റ്റ് ഇട്ട്. ആ പോസ്റ്റ് ഇട്ടതേ പുള്ളിക്കാർക്ക് ഓർമ്മയുള്ളൂ, പിന്നെ ഏറിന്ന് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനെ എയർലായതിന് പിന്നാലെ ഈ പറയുന്ന പേളിമാണി തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. പലരും ആ സ്റ്റോറി കണ്ടു കാണും. എന്റെ ഇഷ്ടം നിറം കാവ്യാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ന്യായീകരിച്ചുകൊണ്ടിട്ട ഒരു പോസ്റ്റ് ആണത്. പക്ഷെ ആ പോസ്റ്റിൽ ആരും ശ്രദ്ധിക്കാതെ പുള്ളിക്കാരി പറഞ്ഞു വെച്ചൊരു പോയിന്റ് ഉണ്ട്. അതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയം തുടങ്ങാം. ഞാൻ ആ സ്റ്റോറിയിൽ ആ പ്രസ്തുത ഭാഗം ഒന്ന് വായിച്ചു തരാം. Some are asking sarcastically if my 2 kids are safe now, reminding me that they are girls. Well, I know they are girls, so blackmailing me to change my statement. You have to first touch their mama bear for that. You are messing with the wrong person. ഇതായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റിനെ മലയാളീകരിച്ച് പറഞ്ഞാൽ, ചിലർ എന്നോട് പരിഹാസത്തോട് ചോദിക്കുന്നു, ഇപ്പൊ നിന്റെ 2 കുട്ടികളും സുരക്ഷിതരാണോ? അവർ പെൺകുട്ടികളാണ് കേട്ടോ എന്ന് എന്നെ അവർ ഓർമ്മിപ്പിക്കുകയാണ്. അതെ, അവര് പെൺകുട്ടികളാണെന്ന് എനിക്കറിയാം. അതിനിപ്പോ എന്താണ്? എന്റെ നിലപാട് മാറ്റാൻ വേണ്ടി നിങ്ങൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണോ? എന്റെ മക്കളെ തൊടുന്നതിന് മുമ്പ് ആദ്യം അവരുടെ അമ്മയായിട്ടുള്ള എന്നെ തൊടേണ്ടി വരും. അതിനുശേഷം മാത്രമേ എന്റെ മക്കളെ തൊടാൻ പറ്റത്തുള്ളൂ. ഇതായിരുന്നു ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ മലയാളീകരിച്ച വേർഷൻ എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ പറഞ്ഞ് പേളിമാണിയോട് എനിക്ക് പറയാനുള്ളത്, സ്വന്തം മക്കളെ കാര്യം വരുമ്പോ പേളിമാണിക്ക് നല്ലോണം പൊള്ളുന്നുണ്ട് അല്ലെ. മക്കളെ കുറിച്ച് ആരെങ്കിലും പറയുന്ന സമയത്ത് എന്നെ തൊട്ടതിന് ശേഷം മാത്രമേ എന്റെ മക്കളെ നിങ്ങൾക്ക് തൊടാൻ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സമരം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണല്ലേ പേളി? അന്നേരം നിങ്ങളൊരു വിപ്ലവകാരിയായി മാറുന്നുണ്ട് അല്ലേ പേളി? പക്ഷെ ആരാന്റെ മക്കൾക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾ ഈ വിപ്ലവം ഒക്കെ മറന്ന് നിങ്ങളൊരു സമാധാന അന്വേഷിയായി മാറുന്നു അല്ലെ. അന്നേരം നിങ്ങളുടെ നിലപാട് എന്താണ്? മക്കൾ എന്തിനാണ് നിങ്ങൾ സമരം ചെയ്തിട്ട് അടികൊള്ളാൻ നിൽക്കുന്നത്? വീട്ടിൽ പോയി ഇരുന്നോളി എന്നുള്ളതാണ്. സ്വന്തം മക്കളെ കാര്യം വരുമ്പോ ആഹാ, മറ്റുള്ളവന്റെ മക്കളെ കാര്യം വരുമ്പോ ഓഹോ അല്ലെ പേളിമാണി. എന്തായാലും കൊള്ളാം, നിങ്ങളുടെ നിലപാടിൽ ഇരട്ടത്താപ്പ് വളരെ നന്നായിട്ടുണ്ട് അല്ലെ. ഈ ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ ശരിയായില്ലെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. ഈ പറഞ്ഞ പേളിമാണി എയർലായതിന് പിന്നാലെ പേളിമാണിക്കെതിരെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മറ്റാരുമല്ല, വൺ ആൻഡ് ഓൺലി മെറീന മൈക്കിൾ. 2024 ഈ പറയുന്ന മെറീന മൈക്കിളും പേളിമാണിയും തമ്മിൽ ചില പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പലരും അത് ഓർക്കുന്നുണ്ടോ ആവോ? കൃത്യമായി പറഞ്ഞാണെങ്കിൽ 2024 ഡിസംബറിൽ അന്ന് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഇനി അറിയാത്തവർക്കും ഓർമ്മയില്ലാത്തവർക്കും വേണ്ടി ഞാൻ അതൊന്ന് ചെറുതായിട്ട് ഓർമ്മിപ്പിച്ചു തരാം. ഈ പറയുന്ന മെറീന മൈക്കിൾ ഏതൊരു സിനിമയിൽ അഭിനയിച്ച സമയത്ത് ആ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അറിയാലോ, ഓൺലൈൻ മീഡിയാസിലൊക്കെ ഇന്റർവ്യൂ കൊടുക്കേണ്ടി വരും. ഈ ഓൺലൈൻ മീഡിയാസിൽ ഇന്റർവ്യൂ കൊടുക്കുക മാത്രമല്ല, ചിലപ്പോൾ മെയിൻ സ്ട്രീം മാധ്യമങ്ങളുടെ ചില പരിപാടികളിലൊക്കെ പങ്കെടുക്കേണ്ടി വരും. അതെല്ലാം സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മെറീന മൈക്കിളിന് ഫ്ലവേഴ്സ് ടിവിയുടെ കട്ടുറുമ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുന്നത്. പുള്ളിക്കാർ അഭിനയിച്ച സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഈ അവസരം ലഭിക്കുന്നത്. അന്നേരം ആ പരിപാടി ഹോസ്റ്റ് ചെയ്തത് ആരാണ്? സാക്ഷാൽ പേളിമാണി.
എന്തായാലും താൻ അഭിനയിച്ച് റിലീസാകാൻ പോകുന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമല്ലേ, ഗസ്റ്റായി വിളിച്ചതല്ലേ എന്ന് വിചാരിച്ച് ഈ പറയുന്ന മെറീന മൈക്കിൾ എന്താക്കി, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു, ഗസ്റ്റായി പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ എല്ലാം സെറ്റായി നിൽക്കുന്ന സമയത്താണ് അവസാന നിമിഷം പരിപാടിയുടെ ഹോസ്റ്റ് ആയിട്ടുള്ള പേളിമാണി ഹോസ്റ്റ് സ്ഥാനത്ത് നിന്നും പിന്മാറുന്നത്. അതിന്റെ കാരണമായി അന്ന് പേളിമാന് പറഞ്ഞത്, ഞാനൊരു പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വരുന്ന ഒരു ഗസ്റ്റിന് ഞാനൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി മാത്രമേ ഞാൻ ഹോസ്റ്റ് ചെയ്യാറുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു അന്ന് പേളിമാണി സംസാരിച്ചു വെച്ചിരുന്നത്. ഇതെല്ലാം മെറീന പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. എന്തായാലും ഇങ്ങനെയൊക്കെ ആയതോടെ മെറീന മൈക്കിളിന് ഇത് ഭയങ്കര ഇൻസൾട്ടിങ് ആയി തോന്നി. അത് പിന്നെ തോന്നുന്നുള്ള കാര്യം ഷുവർ അല്ലേ. എല്ലാ സജ്ജീകരണങ്ങളും നടത്തി എല്ലാം സെറ്റായി അവസാന നിമിഷം ഇങ്ങനെ പറഞ്ഞ് പിന്മാറുമ്പോൾ ആർക്കാണ് ഇൻസൾട്ടിങ് അല്ലാണ്ട് തോന്നാതിരിക്കുക. ഇനി ഇവിടെ പേളിമാനെ സംബന്ധിച്ചിടത്തോളം മെറീന മൈക്കിൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഹോസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ അത് ആദ്യമേ അറിയിക്കണമായിരുന്നു, അവസാന നിമിഷമല്ലായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നത്. എന്തായാലും മെറീന മൈക്കിളിന് ഇതൊരു ഇൻസൾട്ടിങ് ആയി തോന്നി. പുള്ളിക്കാരൻ ഇത് മനസ്സിലിട്ട് കുറെ കാലം നടന്നു. അങ്ങനെ കുറെ കാലത്തിന് ശേഷം ഈ പറഞ്ഞ മെറീന മൈക്കിൾ മറ്റൊരു സിനിമയിൽ അഭിനയിച്ച സമയത്ത് അതിനെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു ഓൺലൈൻ മീഡിയക്ക് പുള്ളിക്കാരൻ ഇന്റർവ്യൂ കൊടുത്തു. ആ ഇന്റർവ്യൂക്കിടെ പേളിമാണിയിൽ നിന്ന് തനിക്കുണ്ടായ ദുരനുഭവം ഈ പറഞ്ഞ മെറീന മൈക്കിൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പേളിമാണിയുടെ പേരൊന്നും പുള്ളിക്കാരി പരാമർശിക്കുന്നില്ല, സംഭവം മാത്രം പറഞ്ഞു പോവുകയാണ് ചെയ്തത്. പക്ഷെ മലയാളികളല്ല ആളുകൾ മെറീന മൈക്കിൾ പേളിമാണി ഉദ്ദേശിച്ചാണ് ഇതെല്ലാം പറഞ്ഞെന്നുള്ള സംഭവം മലയാളികൾ കുത്തിപ്പൊക്കി എന്നുള്ളതാണ്. അതോടെ ചെറിയ രീതിയിൽ പേളിമാണി എയറിലാവുകയും ചെയ്തു കേട്ടോ. അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഈ പറയുന്ന പേളിമാണി എന്ത് ചെയ്തെന്ന് അറിയോ, ഈ പറയുന്ന മെറീന മൈക്കിളിനെ ഫോണിൽ കോൺടാക്ട് ചെയ്തു. എന്നാലും ഈ പറയുന്ന മെറീന മൈക്കിളിനെ അപമാനിക്കുന്ന രീതിയിൽ ഒരു ഡയലോഗ് അങ്ങോട്ട് കാച്ചി. നീയൊക്കെ ഇവിടെ ഉണ്ടോ, നീയൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിച്ചു വെച്ച്. അത് വീണ്ടും മെറീനയൊക്കെ തന്നെ അപമാനിക്കുന്ന പോലെ തോന്നി എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് മെറീന സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പും കാര്യങ്ങളും ഒക്കെ അന്ന് നമ്മൾ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കാര്യങ്ങൾ. എനിവേ ഇതെല്ലാം 1.5 വർഷം മുമ്പേ നടന്ന സംഗതികളാണ്. അന്ന് നടന്ന കാര്യങ്ങൾ ഒരു പക്ഷേ പേളിമാണി മറന്നിട്ടുണ്ടാകും, പക്ഷെ മറീന മൈക്കിൾ മറന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഇപ്പൊ പേളിമാണി എയറിലായ സാഹചര്യത്തിൽ പേളിമാണിക്കെതിരെ ഒരു പോസ്റ്റുമായി ഇപ്പൊ മറീന രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇംഗ്ലീഷിലാണ് പോസ്റ്റ്, കുഴപ്പമില്ല, ഞാനത് മലയാളീകരിച്ച് പറഞ്ഞുതരാം. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ഒരിക്കൽ നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു, നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന്. പേളിമാണിയോടാണ് ഈ പറയുന്നത് കേട്ടോ. ഇനി തുടർന്ന് എന്താണ് പറയുന്നത്? ദാറ്റ്സ് ഓക്കെ. ഒരു വ്യക്തിയുടെ മൂല്യം അയാൾ എത്രത്തോളം അറിയപ്പെടുന്നു എന്നതുകൊണ്ട് അളക്കാനാവില്ല. വിരോധാഭാസം എന്നോണം ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ആരാണ് എന്നതുകൊണ്ടല്ല, നിങ്ങൾ നൽകിയ മറുപടിയും ഉപയോഗിച്ച വാക്കുകളും ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചത് കൊണ്ടാണ്. ഈ ഡൽഹി ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് പേളിമാണി റീസെന്റ് ഇട്ട പോസ്റ്റിനെ കുറിച്ചാണ് പുള്ളിക്കാരി ഇപ്പൊ പരാമർശിച്ചത്. അതെല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇനി തുടർന്ന് എന്താണ് പറയുന്നത്? ചിലപ്പോൾ വിഷയം അറിയുന്നതല്ല, മറിച്ച് വിമർശനത്തെ ആരാണ് മാന്യതയോടെയും പക്വതയോടെയും കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ്. പബ്ലിക് ഫിഗേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ജനങ്ങൾ അവർക്ക് പകർത്തു നൽകുന്ന ഇൻഫ്ലുവൻസ് നന്നായി ആസ്വദിക്കുന്നു. പക്ഷെ ആ സ്വാധീനത്തോടൊപ്പം തന്നെ അവർക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റിയും കൂടിയുണ്ട്, ഉത്തരവാദിത്വം കൂടിയുണ്ട്. സമൂഹത്തെ ബാധിക്കുന്ന വിഷയത്തിൽ അഭിപ്രായം പറയാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളെ ചോദ്യം ചെയ്യുന്നവരെയോ നിങ്ങളെ വിമർശിക്കുന്നവരെയോ മുദ്ര കുത്തുകയോ പരിഹസിക്കുകയോ വ്യക്തിപരമായി അപമാനിക്കുകയോ ചെയ്യാതെ അവരുടെ അഭിപ്രായത്തെയും വിമർശനത്തെയും കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നതിലൂടെ അതിൽ എഴുതിയ വാക്കുകൾ ഇല്ലാതാകില്ല. വിമർശകരെ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് വിമർശനം അപ്രത്യക്ഷമാവില്ല, മറിച്ച് അഭിപ്രായങ്ങൾ മുഴങ്ങുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് അത് ചെയ്യുന്നത്. ഇതെന്തിനെ കുറിച്ചാണ് മറീന പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ഈ ഡൽഹിയിൽ സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ വിമർശിച്ചുകൊണ്ട് ഈ പറയുന്ന പേളിമാണി പോസ്റ്റ് ഇട്ട സമയത്ത് പേളിമാണി വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അവരൊക്കെ പേളിമാണി എന്താണ് ചെയ്തത്? പിടിച്ചങ്ങ് ബ്ലോക്ക് ചെയ്യാണ് ചെയ്തത്. ഇതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളായതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിനെക്കുറിച്ചും കൂടെയാണ് ഇവിടെ മറീന പറഞ്ഞു വെക്കുന്നത്. പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നതിലൂടെയോ നിങ്ങളുടെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുന്നവരെ ബ്ലോക്ക് ചെയ്യുന്നതിലൂടെയോ നിങ്ങൾ പറഞ്ഞത് അല്ലാതാവില്ല എന്നുള്ള രീതി എന്തായാലും ബാക്കിയുടെ നോക്കാം. യഥാർത്ഥ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എല്ലാവരും നിങ്ങളോട് യോജിക്കുമ്പോൾ മാത്രം എത്രത്തോളം ഉച്ചത്തിൽ സംസാരിക്കുന്നു എന്നതല്ല, ആളുകൾ നിങ്ങളോട് വിയോജിക്കുമ്പോഴും നിങ്ങൾ എത്ര ശാന്തമായും സത്യമായും പക്വതയോടെയും പ്രതികരിക്കുന്നു എന്നതിലാണ്. അവിടെയാണ് യഥാർത്ഥ ലീഡർഷിപ്പിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. ഞാനിതെല്ലാം പറഞ്ഞു വരുന്നത് എനിക്ക് ഹേറ്റ് ഉണ്ടായിട്ടൊന്നുമല്ല, ആരെങ്കിലും അപമാനിക്കാനോ താഴെ ഇറക്കാനോ വേണ്ടിയുമല്ല, സമൂഹത്തിലെ പൊതുജന അഭിപ്രായത്തെ സ്വാധീനിക്കാൻ വേണ്ടി സ്വന്തം പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ തീരുമാനിച്ചവരിൽ നിന്ന് സ്ഥിരതയും ഉത്തരവാദിത്വ ബോധവും ബഹുമാനവും പ്രതീക്ഷിക്കുന്നതിനെ കുറിച്ചാണിത്. നിങ്ങളുടെ നിലപാട് ശരിയാണെങ്കിൽ അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പ്രതിരോധിക്കുക, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക, അല്ലാതെ ചോദ്യം ചോദിക്കുന്ന വ്യക്തികളെ വ്യക്തിപരമായി ആക്രമിക്കുകയല്ല വേണ്ടത്. ഈ പറഞ്ഞ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ പറയുന്ന പേളിമാണി എയറിലായ സമയത്ത് പേളിമാണി വിമർശിച്ചുകൊണ്ട് പലരും പോസ്റ്റ് ഇടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സിബിൽ മലയിലിന്റെ മകൻ അടക്കം പേളിമാണിക്കെതിരെ സംസാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പേളിമാണി സിബി മലയിലിനെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, പരാജയപ്പെട്ട സംവിധായകൻ എന്നുള്ള രീതി. അതിനെക്കുറിച്ചും കൂടിയാണ് ഇവിടെ മറീന പറഞ്ഞു വെക്കുന്നത്. ചോദ്യം ചോദിക്കുന്ന വ്യക്തികളെ വ്യക്തിപരമായി ആക്രമിക്കരുത് എന്നുള്ള രീതി. ഇനി പോസ്റ്റ് ബാക്കി കൂടി നോക്കാം. ഇതാണ് സ്വാധീനവും സത്യനിഷ്ഠയും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് മറീനയുടെ ആദ്യത്തെ പോസ്റ്റിലുള്ള കാര്യങ്ങൾ. ഇതിനുശേഷം മറീന പിന്നീട് ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു കേട്ടോ. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്:
എന്നോടൊപ്പം ഉറച്ചു നിന്ന എല്ലാവരോടുമായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്ക് 100 കണക്കിന് സന്ദേശങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സന്ദേശവും കണ്ണീരോടെയാണ് ഞാൻ വായിച്ചത്. വർഷങ്ങളോളമായി വളരെ കുറച്ച് ആളുകൾക്ക് അറിയാവുന്ന ഒരു വേദന ഞാൻ ഉള്ളിൽ ചുമന്ന് നടന്നു. ഞാൻ എന്നെ തന്നെ പലവട്ടം ചോദ്യം ചെയ്തു, മൗനം പാലിച്ചു, മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. കാരണം അതായിരുന്നു മുറിവുകൾ ഭേദമാകാനുള്ള ഏക മാർഗം എന്ന് ഞാൻ വിശ്വസിച്ചു. ചില മുറിവുകൾ ആളുകൾക്ക് കാണാൻ കഴിയുന്ന പാടുകൾ അവശേഷിപ്പിക്കില്ല, പക്ഷെ അവ ഓരോ ദിവസവും നമ്മോടൊപ്പം തന്നെ ഉണ്ടാകും. ചില നിമിഷങ്ങളിൽ എന്റെ ശബ്ദത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്നും ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് ആരെങ്കിലും ഒരാളെങ്കിലും എന്തെങ്കിലും മനസ്സിലാക്കുമെന്ന് പോലും ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങളുടെ എല്ലാം പിന്തുണ കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇത് എഴുതുന്നതിന് മുമ്പ് ഒരു നിമിഷമെങ്കിലും എന്നെ കേൾക്കാൻ തയ്യാറായ എല്ലാവർക്കും നന്ദി. വാർത്താ തലക്കെട്ടുകൾക്കും സോഷ്യൽ മീഡിയയിലെ കോലാഹലങ്ങൾക്ക് പിന്നിലെ മനുഷ്യനെ കാണാൻ കഴിഞ്ഞവർക്കും നന്ദി. നിങ്ങളുടെ കരുണയും പിന്തുണയും സഹാനുഭൂതി ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം എന്നെ ഓർമ്മിപ്പിക്കുന്നു. സത്യം എത്ര സമയം എടുത്താലും ഒടുവിൽ അത് അതിന്റെ ശബ്ദം കണ്ടെത്തുക തന്നെ ചെയ്യും. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രത്യാശ നൽകുന്നത് ഈ തലമുറ ധൈര്യത്തോടെ സംസാരിക്കുന്നത് കാണുമ്പോഴാണ്. കഠിനമായ ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയപ്പെടാത്ത ഒരു യുവാക്കളെയാണ് നമ്മൾ ഇനി കാണുന്നത്. ഉത്തരവാദിത്തം ആവശ്യപ്പെടാനും ജനപ്രീതി ഒരിക്കലും കാരുണയെയും അടിസ്ഥാന മാനുഷിക മൂല്യങ്ങളെയും മറികടക്കരുതെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കാനും അവർ തയ്യാറാണ്. അതാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. ഇതൊരിക്കലും പ്രതികാരത്തെ കുറിച്ചായിരുന്നില്ല. ആരെങ്കിലും താഴിറക്കുകയോ അപമാനിക്കുകയോ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും എന്റെ ലക്ഷ്യവുമായിരുന്നില്ല. വാക്കുകൾക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്നും ഒരു വ്യക്തി മറ്റൊരാളുടെ കണ്ണിൽ എത്ര നിസാരനായി തോന്നിയാലും ഓരോ മനുഷ്യനും അന്തസ്സോടെയും ബഹുമാനത്തോടെയും പെരുമാറപ്പെടാൻ അർഹനാണെന്ന് ഓർമ്മപ്പെടുത്തുക എന്നതായിരുന്നു എപ്പോഴും എന്റെ ലക്ഷ്യം. എന്റെ ഈ യാത്ര അഹങ്കാരത്തെക്കാൾ കരുണയെ, അഹന്തതയേക്കാൾ സഹാനുഭൂതിയെ, സ്വാധീനത്തെക്കാൾ ഉത്തരവാദിത്തത്തെ തിരഞ്ഞെടുക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരൊറ്റ സംഭാഷണമെങ്കിലും ആരംഭിക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിച്ച ആ വേദന നിറഞ്ഞ വർഷങ്ങൾ വെറുതെ ആയിരുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോടൊപ്പം ഉറച്ചു നിന്നവർക്കും എന്നെ പിന്തുണച്ചവർക്കും എനിക്കായി പ്രാർത്ഥിച്ചവർക്കും അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നു എന്ന് മെസ്സേജ് അയച്ചവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങൾ എന്നെ വെറുതെ പിന്തുണച്ചതല്ല, വളരെ കാലമായി വേദനിച്ചു കൊണ്ടിരുന്ന എന്റെ ഉള്ളിലുള്ള ഒരു ഭാഗത്തെ സുഖപ്പെടുത്താനും കൂടി നിങ്ങൾ സഹായിച്ചു. നിങ്ങളുടെ സ്നേഹവും കരുതലും ജീവിതകാലം മുഴുവനും ഞാൻ ഹൃദയത്തോട് കാത്തു സൂക്ഷിക്കും എന്ന് മറീന മൈക്കിൾ. ഇതായിരുന്നു മറീന മൈക്കിളിന്റെ വാക്കുകൾ എന്ന് പറയുന്നത്. ഇനി മറീന മൈക്കിൾ മാത്രമല്ല, ആരതി എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടി കൂടി ഇതേപോലെ പേളിമാണിക്കെതിരെ മറ്റൊരു പോസ്റ്റുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ആരതി എന്ന് പറയുന്നത് പേളിമാണിയുടെ ഒരു എക്സ് സ്റ്റാഫ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തണം. എന്തായാലും നമുക്ക് ഇനി ആരതിയുടെ പോസ്റ്റും കൂടി ഒന്ന് നോക്കാം. ആരതിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ചിലപ്പോൾ വാക്കുകൾക്ക് പറയാനാകാത്ത കാര്യങ്ങൾ സമയം വെളിപ്പെടുത്തും. ക്യാമറയ്ക്ക് മുന്നിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രതിച്ഛായ സൃഷ്ടിക്കാം. ദയയെക്കുറിച്ചും സത്യനിഷ്ഠയെക്കുറിച്ചും മൂല്യങ്ങളെ കുറിച്ചും സംസാരിക്കാം. എന്നാൽ ഒരാളുടെ യഥാർത്ഥ സ്വഭാവം ഒടുവിൽ വെളിച്ചത്ത് വരും. മറ്റേ പേളിമാണിയുടെ മോട്ടിവേഷൻ സ്പീച്ചിനെ കുറിച്ചാണ് പുള്ളിക്കാരി പറഞ്ഞു വരുന്നത്. ബാക്കി നോക്കാം. ഒരിക്കൽ പേളിമാണി എന്നോട് ഇങ്ങനെ ചോദിച്ചതായി ഞാൻ ഓർക്കുന്നു. എനിക്ക് 30 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്, ഒരു പോസ്റ്റിന് ഞാൻ 3 ലക്ഷം രൂപ വാങ്ങിക്കും, നിനക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് ആരതി? അന്ന് ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, എനിക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഇല്ലായിരിക്കാം, പക്ഷെ എന്നോടൊപ്പം നിൽക്കാൻ സ്വമേധയായി തെരഞ്ഞെടുത്ത ആയിരക്കണക്കിന് നല്ല മനുഷ്യന്മാരുണ്ട്. നമുക്ക് ഫോളോവേഴ്സിനെ വാങ്ങിക്കാൻ കഴിയും, റീച്ച് വളർത്തിയെടുക്കാനും കഴിയും, പ്രശസ്തി സൃഷ്ടിച്ചെടുക്കാനും കഴിയും. എന്നാൽ അതിനോടൊപ്പം വിശ്വാസവും ബഹുമാനവും നല്ല സ്വഭാവവും നേടിയെടുക്കേണ്ടവ തന്നെയാണ്. ഇന്ന് നിങ്ങളെ കൈയടിക്കുന്ന അതേ പ്രേക്ഷകർ തന്നെ നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ വാക്കുകളുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ നാളെ നിങ്ങൾ ചോദ്യം ചെയ്യും. സത്യത്തിന് കാത്തിരിക്കാൻ അറിയാം, അതിന് ഉച്ചത്തിന് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. അതിന്റെ സമയം വരുമ്പോൾ അത് പുറത്തു വരും. അങ്ങനെ സത്യം പുറത്തു വരുമ്പോൾ എത്ര വലിയ സ്വാധീനമോ പ്രശസ്തിയോ ഉണ്ടായാലും അതിനെ മറികടക്കാൻ ആർക്കും കഴിയില്ല. ഇതായിരുന്നു ആരതിയുടെ വാക്കുകൾ. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ പണ്ട് പേളിമാണി പണി കൊടുത്തവരെല്ലാം ഇപ്പൊ തല പൊക്കി തുടങ്ങിയെന്നർത്ഥം. അത് പിന്നെ സ്വാഭാവികം. ഇതെല്ലാവർക്കുമുള്ള ഒരു പാഠമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് ഇട്ട് പണിയുമ്പോൾ നാളെ നമുക്കൊരു വീഴ്ച വരുന്ന സമയത്ത് നമ്മൾ പണിത ആളുകളെല്ലാം തല പൊക്കി തുടങ്ങും. അന്നേരം നമ്മൾ ചെയ്തു വെച്ച ഊളത്തരങ്ങളെല്ലാം പുറത്തു വരികയും ചെയ്യും. ഇതാണ് ഇപ്പൊ പേളിമാണിയുടെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ പോകുന്നു പേളിമാണിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിന്റെ അടുത്ത് നടന്ന മറ്റൊരു കോമഡി ഉണ്ട് കേട്ടോ. അതുകൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അത് മറ്റൊന്നുമല്ല, ഇതിനിടയ്ക്ക് ഡൽഹി സമരവുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാർ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്താണ് ആ സ്റ്റേറ്റ്മെന്റ്? ഞാനൊന്ന് വായിച്ചുതരാം. കാശ്മീരിൽ കല്ലേറ് നിർത്തി, പിന്നെയാണ് ഡൽഹി. ഇതായിരുന്നു കൃഷ്ണകുമാറിന്റെ പരാമർശം. എന്തായാലും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ കൃഷ്ണകുമാറിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. കാശ്മീരിലെ കല്ലേറ് നിർത്തിയ ആളുകൾക്ക് ഡൽഹിയിലെ സമരം നിർത്തിക്കാൻ പറ്റിയോ? കൃഷ്ണകുമാറെ, ഇല്ല. ഇക്കാര്യത്തിൽ നിങ്ങളുടെ സർക്കാർ പൂർണ്ണ പരാജയമായി പോയി കൃഷ്ണകുമാറെ, പറയാതെ വയ്യ. എന്തായാലും ഡൽഹിയിലെ സമരം വിജയിച്ച പശ്ചാത്തലത്തിൽ കൃഷ്ണകുമാറിന്റെ പരാമർശത്തെ കളിയാക്കിക്കൊണ്ട് സലീം കുമാറിന്റെ മകനായിട്ടുള്ള ചന്തു സലീം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് വായിച്ചുതരാം. കാശ്മീരിൽ കല്ലേറ് നിർത്തിച്ചവർ ഡൽഹിയിൽ കല്ലേറ് നിർത്തിക്കാൻ വന്നിട്ട് തിരിച്ചു പോയിന്ന് കേട്ടു. ശരിയാണോ ഗൈസ്? അതെ, വളരെ ശരിയാണ്. കണ്ണമായി ഓടിയെന്നാണ് കേട്ടത്. ഇനി അതിനിടയ്ക്ക് ശ്രീലക്ഷ്മി അറക്കൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു 1.5 പോസ്റ്റാണ് മക്കളെ. ഞാൻ കൂടി ഒന്ന് വായിച്ചുതരാം. വിദ്യാർത്ഥി സമരത്തിനെതിരെ കൃഷ്ണകുമാർ. അതിന് കൃഷ്ണകുമാറിന്റെ വീട്ടിലെ ആളുകൾക്ക് ആർക്കും പഠിച്ച ജോലി മേടിക്കേണ്ട ഒരു ഗതി വന്നിട്ടില്ല. യൂട്യൂബിൽ വീഡിയോ ഇട്ടും സൗന്ദര്യവർദ്ധന ക്രീമുകൾ പ്രൊമോട്ട് ചെയ്ത് ലക്ഷങ്ങൾ വാങ്ങിയും സംഖ്യകളുടെ കാശ് വാങ്ങിയും ജീവിച്ചു പോകുന്ന കൃഷ്ണകുമാറും ടീമും വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സമരത്തെ കുറ്റം പറയുന്നതിന് തെറ്റൊന്നുമല്ല. കാരണം അവരുടെ കുടുംബത്തിന് അതിന്റെ ആവശ്യമില്ല. ഇന്ത്യയിലെ യൂട്യൂബ് എങ്ങനെ മോദിജി ബാൻ ചെയ്താൽ ആദ്യം കൃഷ്ണകുമാർ സമരത്തിന് ഇറങ്ങാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് ചോറ് കൊടുക്കുന്നത് യൂട്യൂബ് ആണല്ലോ, വിദ്യാഭ്യാസമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിൽ ഇല്ലാത്ത ആളുടെ പ്രസ്താവനയായി ഇതിനെ തള്ളിക്കളയാൻ നമുക്ക്
നല്ല ഊക്കി വിട്ടിക്കണേ അല്ലേ. ഇത് കൃഷ്ണകുമാർ ചോദിച്ചു വാങ്ങിയതാണ്. ഉള്ളത് പറയാലോ, ആദ്യമായിട്ടാണ് ശ്രീലക്ഷ്മി ഇറക്കിയാൽ ഒരു സംഭവം പറഞ്ഞിട്ട് ചിരി വരുന്നത്. ഇത് പൊളിച്ചൊന്നും പറയാനില്ല. ഇനി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒരു കിടപ്പുവശം എന്ന് പറയുന്നത്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.